നമ്മൾ സാധാരണ ബയോഡേറ്റ ഒക്കെ തയ്യാറാക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇതുപോലെ ലിസ്റ്റ് ചെയ്തിട്ട് അതിനെ ഒരു ഈക്വൽ സ്പേസിൽ മുന്നോട്ട് മാറ്റേണ്ടതായിട്ട് വരും. ഇപ്പൊ നെയിം കഴിഞ്ഞിട്ട് ഞാനൊരു കോളൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്പേസ് അടിച്ചു കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലായിരിക്കത്തില്ല വരുത്തുന്നത്. അതുപോലെ തന്നെ അഡ്രസ്സിന്റെ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ പൊസിഷൻ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ പൊസിഷൻ മാറിയിരുന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ ഒരു ഭംഗിയില്ല. അപ്പൊ അതിനെ എങ്ങനെ ഈക്വൽ സ്പേസിൽ നമുക്ക് കൊണ്ടുവരാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും കാര്യത്തിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യണം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് പാരഗ്രാഫ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പാരഗ്രാഫിന്റെ ഒരു പുതിയ പേജ് ഓപ്പൺ ആയി വരും. അവിടെ ഇൻഡന്റ് ആൻഡ് സ്പേസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. തൊട്ട് താഴെ നമുക്ക് ടാബ് എന്ന് കാണാം. അപ്പൊ ടാബ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ടാബ് സ്റ്റോപ്പ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂ കൊടുക്കുക. ഞാനിപ്പോ 3.5 കൊടുക്കുക. നമ്മുടെ ഇഷ്ടം നമുക്ക് 5 ഒക്കെ വേണമെങ്കിലും കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാല്യൂ കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണത്തില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ നെയിമിന്റെ തൊട്ടപ്പുറത്ത് ക്ലിക്ക് ചെയ്യുക, അതായത് കോളന്റെ ഇപ്പുറത്ത്. എന്നിട്ട് ടാബ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന അനുസരിച്ച് അത് മുന്നോട്ട് മാറി. ഇനി ഒരു ടാബ് കൂടെ കൊടുക്കണമെങ്കിൽ ഇച്ചിരൂടെ അത് മുന്നോട്ട് മാറും. അതുപോലെ തന്നെ അഡ്രസ്സിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, ടാബ് കൊടുക്കുക, ഒന്നുകൂടെ ടാബ് കൊടുക്കുക. ഞാൻ 2 ടാബ് കൊടുത്തപ്പോഴാണ് ഇച്ചിരി മുന്നോട്ട് മാറിയത്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് 1-2 ടാബ് കൊടുത്തു കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു പൊസിഷനിൽ എല്ലാം നമുക്കിങ്ങനെ വരുന്നതായിട്ട് കാണാം.